CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തെ 23,576 തദ്ദേശ വാർഡുകളിലേക്ക് മത്സരിക്കാൻ ലഭിച്ചത് 1,08,580 പേരുടെ പത്രികകൾ. 57,227 സ്ത്രീകളും 51,352 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറും പത്രിക നൽകി. സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായി. പത്രിക പിൻവലിക്കാനുള്ള അവസരം തിങ്കളാഴ്ച. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ സൂക്ഷ്മ പരിശോധനയിൽ 2 പേരുടെ പത്രിക തള്ളി. മന്നലാങ്കുന്ന് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി സബിത സദാനന്ദൻ, എടക്കഴിയൂർ ഡിവിഷൻ BJP സ്ഥാനാർത്ഥി MC സബിത എന്നിവരുടെ പത്രികയാണ് തള്ളിയത്. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പൂർണ്ണകായ പ്രതിമ 3 വർഷത്തിനുശേഷം തലപ്പൊക്കം വീണ്ടെടുത്തു. നവീകരണം പൂർത്തിയാക്കിയ പ്രതിമയുടെ സമർപ്പണം ഞായറാഴ്ച നടക്കും. ശില്പി എളവള്ളി നന്ദന്റെ നേതൃത്വത്തിലാണ് വീണ്ടും പ്രതിമ നവീകരിച്ചത്. ചാവക്കാട് സാന്ത്വന തീരത്ത് ആയിരങ്ങൾ പങ്കെടുത്ത ഭാരത പ്രവേശന തിരുനാൾ ഭക്തിനിർഭരം. മാർത്തോമ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ 1980 ജൂബിലി വർഷത്തിൽ പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഒരുക്കിയത് വിപുലമായ പരിപാടികൾ. കുന്നംകുളം നഗരസഭയിലെ 39 വാർഡുകളിൽ മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക നൽകിയത് 386 പേർ. മുഖ്യരാഷ്ട്രീയ പാർട്ടികൾ ഡമ്മി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക കൂടി നൽകിയതിനാലാണ് പത്രികകളുടെ എണ്ണം ഉയർന്നത്. ശബരിമലയിൽ ഭക്തർക്കാവശ്യമായ കുടിവെള്ളം പോലുമൊരുക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെയും സ്വർണ്ണക്കൊള്ളക്കേസിന് ഉത്തരവാദികളായ മുഖ്യമന്ത്രിയും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഗംഭീര മുഴുവൻ വിളക്ക് ഭക്തിസാന്ദ്രമായി. മരത്തംകോട് മാർ ഫീലക്സിനോസ് മെമ്മോറിയൽ UP സ്കൂളിൽ സ്പോർട്സ് പാർക്ക് പ്രാവർത്തികമായി. അണ്ടർ-19 കേരള വനിതാ ക്രിക്കറ്റ് ടീം അംഗം ശ്രേയ P. സിജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വിമല കോളേജിൽ വെച്ചു നടന്ന കാലിക്കറ്റ് ഇന്റർ യൂണിവേഴ്സിറ്റി വുമൺ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 59 കിലോഗ്രാം വിഭാഗത്തിൽ MR റനീസ സ്വർണം നേടി. ചൂണ്ടൽ പുതുശ്ശേരി അയ്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പസേവാ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തിനിർഭരമായി. ശക്തമായ ഇടിമിന്നലിൽ മമ്മിയൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നാശനഷ്ടങ്ങൾ. വെള്ളിയാഴ്ചയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ മമ്മിയൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന മൂത്തേടത്ത് വീട്ടിൽ രമേശിന്റെ ഉടമസ്ഥതയിലുള്ള മിനി സൂപ്പർമാർക്കറ്റിലെ CCTV ക്യാമറകൾ, കമ്പ്യൂട്ടർ, ഫാൻ എന്നിവയാണ് നശിച്ചത്. പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്തയെ ആർത്താറ്റ് അരമനയിലെത്തി സൗഹൃദ സന്ദർശനം നടത്തി. ലഹരി ഉപയോഗം ഉപേക്ഷിക്കുക എന്ന സന്ദേശവുമായി സൈക്കിൾ റാലിയും കൂട്ടയോട്ടവും നടത്തി. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രവും പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ NSS വളണ്ടിയർമാരും ചേർന്നാണ് പരിപാടി നടത്തിയത്. YMCA അഖില കേരള ബാലചിത്രരചനാ മത്സരം 2025 കുന്നംകുളം YMCA ഹാളിൽ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെസ്റ്റ് മങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്ഥാപക നേതാവ് MO ജോൺ അനുസ്മരണം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.